നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അഭിപ്രായം അറിയിച്ചതായി റിപ്പോർട്ട് വരുമ്പോൾ വീണ്ടും വേദനയുടെ ദിനങ്ങളിലേക്ക് മാറുകയാണ്. സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്താതെ എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നും അബ്ദുൾ ഫത്താഹ് മദനി ഫേസ്ബുക്കിൽ കുറിച്ചു. അനുരഞ്ജനത്തിനുള്ള ശ്രമത്തോട് പൂർണ്ണമായി വിസമ്മതിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. വധശിക്ഷ നീട്ടിയ നടപടി സങ്കടമുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. യാതൊരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും വഴങ്ങില്ലെന്നും തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഈ സമ്മർദ്ദം ഉണ്ടാക്കില്ല എന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു. വധശിക്ഷാ തീയതി തീരുമാനിച്ചതിനു ശേഷം പിന്നീട് അത് മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരമാണെന്നാണ് അബ്ദുൾ ഫത്താഹ് മദനി പറയുന്നത്. നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല എന്നും വധശിക്ഷ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ടെന്നായിരുന്നു അന്നും റിപ്പോർട്ട്. തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ യമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തുവരുന്നത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത്. വധശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകൂ എന്നും രക്തവില കൊടുത്ത് വാങ്ങാനാകില്ല എന്നുമുള്ള വൈകാരികമായ ഒരു കുറിപ്പാണ് അബ്ദുൾ ഫത്താഹ് മദനി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തലാലിന്റെ കൊലപാതകം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ ദൈവനീതി നടപ്പാക്കേണ്ടതുണ്ട്. കൊലപാതകത്തോടൊപ്പം തന്നെ വിചാരണ അടക്കമുള്ള നിയമപരമായ നടപടികൾ നീണ്ടുപോയതിലൂടെ തങ്ങൾക്ക് മാനസികമായ സംഘർഷം ഉണ്ടായതായും സഹോദരൻ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മൃതദേഹം വികൃതമാക്കുകയും ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നടക്കമുള്ള രോക്ഷം അദ്ദേഹം BBC-യോട് പങ്കുവച്ചിരുന്നു. നടക്കാനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനോ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കാനോ ഇതുവരെ ചർച്ചകളിൽ കഴിഞ്ഞിട്ടില്ല. അതേസമയം തലാലിന്റെ കുടുംബങ്ങൾ മറ്റു പലർക്കും അനുകൂലമായ ഒരു പ്രതികരണമുണ്ട് എന്ന തരത്തിലുള്ള പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. പാലക്കാട് കൊല്ലങ്കോട് തെക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം ചെയ്യുകയും 2012-ലാണ് നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത്. നാട്ടിൽ നേഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെ അതേ ജോലി തന്നെ ചെയ്തു പോന്നു. ടോമി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നേടി. അതിനിടെയാണ് അവർ തലാൽ അബ്ദുൾ മദനി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നതും കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും. പിന്നീട് അങ്ങോട്ട് നമ്മൾ കേട്ട കഥകൾ സംഭവിക്കുന്നു. എന്തായാലും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കട്ടെ.